നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ ഒരു സമയത്താണ് സാറ് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം സജസ്റ്റ് ചെയ്തത്, ഈ ഹെയർ സ്റ്റൈലിൽ. അത് സജസ്റ്റ് ചെയ്യാനൊരു കാരണമുണ്ട്. പിന്നെ നമുക്ക് തന്നെ കുറച്ച് സോഴ്സ് മെറ്റീരിയൽസ് ഉണ്ട്. ഈ ചില സോഴ്സ് മെറ്റീരിയൽസിൽ നിന്ന് രൂപപ്പെട്ട ഒരു ഐഡിയ ആണ് ഇത്. പൊതുവെ വിനായകൻ എപ്പോഴും പറയാറുണ്ട് 100% പ്രൊഫഷണലാണ് വർക്കിന്റെ കാര്യം. അപ്പം ഈ അഭിനയിക്കാൻ വന്നു കഴിയുമ്പോഴേ, അല്ലെങ്കിൽ തന്നെ ഈ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾ ഈ കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്നത്, ഈ കഥാപാത്രം ആകുന്നത്, പിന്നെ അദ്ദേഹം പിന്നെ അതായത് അദ്ദേഹത്തിന്റെ ഒരു പെക്യുലാരിറ്റി നമ്മൾ ഇങ്ങനെ പറയുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ ചില ചോദ്യങ്ങൾ കാണും, ചില സംശയങ്ങൾ കാണും. അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ചോദ്യങ്ങളും ചില സംശയങ്ങളുമായിരിക്കും. അതിന് നമുക്ക് എന്താണെന്നുള്ള മറുപടികൾ പറഞ്ഞ് കൺവിൻസ്ഡ് ആയി കഴിയുമ്പോഴാണ് അദ്ദേഹത്തിനും വേറെയും ഒരുപാട് ഓഫീസും ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ കഥാപാത്രം ഇഷ്ടപ്പെട്ടിട്ടോ എങ്ങനെയോ അദ്ദേഹം ഇത് ചൂസ് ചെയ്തു. അപ്പോൾ ഒരു ദിവസം മമ്മൂക്ക തന്നെയാണ് ഇങ്ങനെ വിളിച്ചിട്ട് ഇത് ജിബിൻ ഗോപിനാഥ് ചെയ്തായിരിക്കും പറയുന്നത്. മമ്മൂക്കയാണ് സജസ്റ്റ് ചെയ്തത്. കളങ്കാവൽ ടീം നമ്മുടെ കൂടെ. ഡയറക്ടർ, റൈറ്റർ ജിതിൻ കെ ജോസ് ആൻഡ് ജിഷ്ണു ശ്രീകുമാർ, റൈറ്റർ. നിങ്ങൾ രണ്ടും ഒരുമിച്ച് പഠിച്ചാണോ? അതെ, കോളേജിൽ ഒരുമിച്ചായിരുന്നു. അന്നേ ഈ സിനിമ സംഭവങ്ങൾ കോളേജിൽ എനിക്ക് കോഴ്സൊക്കെ തീരാറായ സമയം തൊട്ട് ചെറിയ ആഗ്രഹം, ഇങ്ങനെ ചുമ്മാ സംസാരമൊക്കെ ഉണ്ടായിരുന്നു. ഈ അന്നേ ഒരുമിച്ച് വർക്ക് ചെയ്യാന്നുള്ള ആലോചനയായിരുന്നു അതോ? അന്ന് ഇങ്ങനെ മ്യൂച്വലായിട്ട് സിനിമ കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. അപ്പൊ ഇൻട്രസ്റ്റ് അതുണ്ട്. അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാന്നുള്ളൊരു താല്പര്യം അന്നേ ഉണ്ടായിരുന്നു. ഓക്കെ. കുറിപ്പിൽ എഴുതിയാണ് സിനിമയിലേക്ക് തുടക്കം. അതിനു മുമ്പ് മാമാങ്കത്തില് പിന്നെ കുറിപ്പ് മുന്നേ ഓണായതാണ്. പിന്നെ അതിന് കുറച്ച് സമയം എടുത്തായിരുന്നു. പിന്നെ മാമാങ്കത്തില് പിന്നെ അന്ന് തുടങ്ങിയ സമയത്ത് എഴുത്ത് തന്നെയായിരുന്നു താല്പര്യം. പിന്നെ ഗ്രാജുവലി ഡയറക്ഷനോട് ഒരു ഡയറക്ഷൻ അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പതുക്കെ ചെയ്യാമെന്നായിരുന്നു. പിന്നെ ഗ്രാജുവലി അത് കയറി വന്നു ആ ഒരു ത്വര. അപ്പൊ പിന്നെ ഡയറക്ഷനിൽ വർക്ക് ചെയ്ത മാമാങ്കത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറിപ്പിലും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാമാങ്കത്തിലെ പരിചയമാണോ മമ്മൂട്ടിയിലേക്കുള്ള പോക്ക് എളുപ്പമാക്കിയത് എന്ന് പറയാം. അതായത് പിന്നെ ഇത് എഴുതി കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേനും നമ്മൾ പിന്നെ നമുക്ക് പരിചയമുള്ള ചില ക്യാരക്ടേഴ്സിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സ്ക്രീൻ പ്ലേ ഒരു പോക്കുമാണ്. പോയി കുറച്ച് കഴിയുമ്പോഴത്തേനും മമ്മൂക്കയിലോട്ട് എത്തിയാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ഒരു തോന്നൽ വന്നു. പിന്നെ അദ്ദേഹം പുതിയ ആൾക്കാരോട്ട് കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എങ്ങനെ അങ്ങോട്ട് പോകാന്നുള്ള ചിന്തയിൽ ആദ്യം പിന്നെ നമ്മൾ സാരഥി ചേട്ടൻ ത്രൂ ഒക്കെ ഇങ്ങനെ ചില ചർച്ചകൾ നടത്തി. അപ്പം മാമാങ്കത്തിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്ന വിവേക് രാമദേവൻ എന്നൊരു പുള്ളിക്കാരനുണ്ട്. പിന്നെ പ്രോജക്ട് ഡിസൈനർ ഒക്കെയാണ്. അപ്പം അദ്ദേഹം ത്രൂ ആണ് അങ്ങനെ പോകാനൊരു ശ്രമം നടത്തിയത്. അപ്പം അന്ന് നമുക്ക് നമ്മൾ പൃഥ്വിരാജിന്റെ അടുത്തും ചെറിയൊരു ഡിസ്കഷൻ പരിപാടിയൊക്കെ നടത്തിയായിരുന്നു. കാരണം അവരന്ന് ഒരു പ്രോജക്റ്റുമായിട്ട് പുള്ളിയായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെയും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു മമ്മൂക്കയിലൂടെ എത്താൻ വേണ്ടിയിട്ടുള്ള യാത്ര സജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോ മീൻസ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു, നമ്മൾ പക്ഷെ അദ്ദേഹത്തോട് പറഞ്ഞില്ല, അല്ലാതെ തന്നെ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ മൈൻഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ആൻഡോ ചേട്ടനും ത്രൂ ആണ്, ആൻഡോ ജോസഫ് അദ്ദേഹം ത്രൂ ആണ് മമ്മൂക്കയിലോട്ട് കറക്റ്റ് ആയിട്ട് എത്തിയത്. ജിഷ്ണുവിനെ സംബന്ധിച്ച് എഴുത്ത് മാത്രമാണോ അല്ലെങ്കിൽ ഡയറക്ഷൻ മനസ്സിലുണ്ടോ? അല്ല, എഴുത്താണ് ബേസിക്കലി ഒരു ഹൈ തരുന്ന പരിപാടി. പക്ഷെ ഡയറക്ടോറിയൽ ഇപ്പോ അടുത്തിറങ്ങിയപ്പോ അതിലേക്ക് ഒരു താല്പര്യമുണ്ട്. ഈ ബാങ്കിലാണല്ലോ ജോലി. അപ്പൊ ഈ ബാങ്കിൽ ഭയങ്കര ഹെക്റ്റിക്കായ പണിയാണ്. നമ്മളിങ്ങനെ കണക്കുകളുമായിട്ടുള്ള മൽപ്പിടുത്താണല്ലോ നിങ്ങൾക്ക്. അതിനിടയ്ക്ക് ക്രിയേറ്റീവായ വർക്കിന് സമയം കിട്ടാറുണ്ട്? സമയം കണ്ടെത്താറുണ്ട്. പാഷൻ ഇതാണ്. അപ്പൊ അതിനുവേണ്ടി കണ്ടെത്താറുണ്ട്. ഇതിനുവേണ്ടി സമയം കൃത്യമായി മാറ്റി വെക്കാറുണ്ട്. ജോലിയുടെ കൂടെ തന്നെ മാറ്റിവെക്കും? ലീവ് എടുത്തുള്ള പരിപാടി വളരെ കുറവാണ്. ഷൂട്ടിന് മാത്രമാണ് ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് കുറച്ച് നാൾ ലീവ് എടുത്തത്. അല്ലാതെ ബാക്കിയെല്ലാം നമ്മൾ ഇപ്പോൾ കളങ്കാവിൽ എഴുതുന്നത് പോലും നമ്മുടെ ഡിസ്കഷൻസ് ഒക്കെ രാവിലെ ഞാൻ ഓഫീസിൽ പോകുന്ന 1 മണിക്കൂർ രാവിലെ 9 തൊട്ട് 10 വരെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ഡിസ്കഷൻസ് ഒക്കെ. പിന്നെ അതിനുശേഷം വന്നതിന് ശേഷം അങ്ങനെയൊക്കെ ആയിരുന്നു അതിന്റെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം അതിനുവേണ്ടി ചുമ്മാ വീട്ടിലിരിക്കുവായിരുന്നു. എഴുത്തങ്ങനെ ഞാൻ തന്നെ കൂടുതലും ചെയ്യുമായിരുന്നു. നമ്മൾ ഓവർ ദ ഫോൺ വിളിച്ച് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. പിന്നെ വീണ്ടും വൈകുന്നേരങ്ങളിൽ ഇരിക്കുന്നു. അപ്പം അതിന്റെ ഇടയിലുള്ള സമയം ഞാൻ പണിയെടുക്കുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ഇത് പോയിക്കൊണ്ടിരുന്നത്. പലരും പറയാറുണ്ടല്ലോ, ഇപ്പൊ ജോലി ഉണ്ട്, അതുകൊണ്ട് ക്രിയേറ്റീവായ പണിക്ക് വേണ്ടി ക്രിയേറ്റീവായ വർക്കിന് വേണ്ടി നമുക്ക് സമയമില്ല. പക്ഷെ അതിനൊരു നല്ല ഉദാഹരണമാണ് അല്ലേ? പാഷൻ ഇതാണ്. എപ്പോഴും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള സ്പാർക്ക് ഇതാണ്. അതിനുവേണ്ടി നമ്മൾ തന്നെ സമയം കണ്ടെത്തും. ഈ കളങ്കാവലിന്റെ ആദ്യത്തെ പോസ്റ്റർ വന്നപ്പോഴേ, ഫസ്റ്റ് ലുക്ക് വന്നപ്പോൾ ഉണ്ടായ ഒരു നമുക്ക് കിട്ടുന്നൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. മമ്മൂട്ടിയുടെ അടുത്തൊരു പെർഫോമൻസ് ഓറിയന്റഡ് ഒരു സിനിമ എന്നൊരു ഫീൽ നമുക്ക് ആ ഫസ്റ്റ് ലുക്കിൽ തന്നെ കിട്ടിയിരുന്നു. ആ ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും. പുള്ളി അഭിനയിച്ച് തകർക്കാമോ അല്ലെങ്കിൽ പെർഫോം ചെയ്ത് തകർക്കാവുന്ന ഒരു സിനിമ എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഈ പ്രതീക്ഷയുടെ അമിതഭാരം നിങ്ങൾക്കുണ്ടോ?
പ്രതീക്ഷയുടെ അമിതഭാരം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലോട്ട് കോൺഷ്യസ്ലി കൺസേൺ ആവുന്നില്ല. ഓക്കെ. നമ്മൾ ആദ്യമേ സിനിമയിൽ പിന്നെ നമ്മുടെ മൈൻഡിൽ കൺസീവ് ആയിട്ടിരിക്കുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ ക്യാരി ചെയ്യുന്ന ഈ ഒരു കഥാപാത്രമുണ്ട്, കഥാപാത്രത്തിന്റെ ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ അദ്ദേഹം ഇത് ചെയ്യാൻ വരുന്നു എന്നുള്ളത് തന്നെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തന്ന ഒരു സംഗതിയാണ്. പിന്നെ ആ പ്രോസസ്സിൽ അദ്ദേഹം അതിൽ ഇൻവോൾവ് ആയ രീതി അതിനേക്കാളും എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സാധനങ്ങൾ അദ്ദേഹം തന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ എക്സൈറ്റ്മെന്റ് തന്ന ഒരുപാട് മൊമെന്റ്സ് ഈ ഫിലിം മേക്കിംഗ് പ്രോസസ്സ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ ടോട്ടൽ ഫിലിം മേക്കിംഗ് പ്രോസസ്സിനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. പിന്നെ ഈ പറയുന്ന സംഗതികൾ ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ്. പടം തെറ്റി വാർത്തകൾ വരുമ്പോൾ തൊട്ടേ പല രീതിയിലുള്ള ചർച്ചകളും നമ്മുടെ ഒഫീഷ്യൽ സോഴ്സിൽ നിന്ന് വന്നതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആവുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതി തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ലുക്കും നമ്മുടെ ബാക്കി പറയുന്ന നമ്മുടെ ഓരോരോ മെറ്റീരിയൽസും ഇട്ടുകൊണ്ടിരുന്നത്. അതിനപ്പുറത്തോട്ട് ആ ഒരു പ്രഷർ ഇങ്ങോട്ട് എടുത്തിട്ടില്ല. ബട്ട് അതൊരു റിയാലിറ്റിയാണ്. അത് സിനിമ സംസാരിക്കുമെന്ന് ഉള്ള ഒരു ആത്മവിശ്വാസമുണ്ട്. ഈ മമ്മൂക്കയുടെ കഥ പറഞ്ഞത് ആരാ? നിങ്ങൾ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്കാ പോയത്? ജിഷ്ണു സംസാരിച്ചില്ല? അല്ല, ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, പുറത്തായിരുന്നു, അഹമ്മദാബാദിലായിരുന്നു. ഈ നറേറ്റ് ചെയ്യാൻ ചിലപ്പോൾ രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോൾ ഒരാളുടെ ഒരു സ്ട്രോങ് പോയിന്റ് ഉണ്ടാവും, ഒരാൾ നറേറ്റ് ചെയ്യുന്നതിലായിരിക്കും. അങ്ങനെ ജിതിനാണ് കൂടുതൽ ജിതിനാണ്. എനിക്കൊന്ന് ഡയലോഗ്സ് ഒക്കെ കൂടുതൽ ഞാൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്കത് അതിനകത്തൊരു കോൺഫിഡൻസ് ഉണ്ട് പറയാനായിട്ട്. നിങ്ങൾ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യുമ്പോഴേ അതിന്റെ ഒരു നിങ്ങളുടെ രീതി എങ്ങനെയാ? ഇപ്പൊ പറഞ്ഞു ഡിസ്കഷൻ കൂടുതൽ നടക്കുന്നു, ഒരാൾ എഴുതുന്നു, അങ്ങനെയാണോ? അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം സമയത്തിന്റേതായ ചില ഇതുണ്ട്. പിന്നെ ഇപ്പൊ എനിക്ക് കുറച്ചും കൂടെ സമയമുണ്ട്. പിന്നെ ഡയറക്ഷൻ സമയമാണ് ശരിക്കും നമുക്ക് ഒരു ഫ്രീ ടൈം കൂടുതൽ കിട്ടിയ. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്നുള്ള അത്യധികമായ ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ തുടങ്ങുന്നതും കളങ്കാവിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്, അത് നമുക്ക് മുന്നോട്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ അതിന്റെ പുറത്ത് നമ്മൾ പല പല ലേയേഴ്സ് ആഡ് ചെയ്ത് തന്നപ്പോൾ നമുക്ക് തന്നെ ഇൻട്രസ്റ്റ് തോന്നി. അതിൽ നമുക്ക് കൂടുതൽ ഹൈ കിട്ടാൻ തുടങ്ങി. ആ ഒരു ഫ്ലോ ഉണ്ടായി കളങ്കാവിൽ. അപ്പൊ അങ്ങനെ തന്നെ അത് പെട്ടെന്ന് തീർക്കാനും നമുക്ക് പറ്റി. ഇതിപ്പോ സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്നത് പോലെ സൈനൈഡ് മോഹൻ എന്നൊരു ആസ്പെക്ട് അതിനകത്തുണ്ട്. പക്ഷെ അത് സിനിമയാകുമ്പോൾ ഒരു ഫിക്ഷനിലേക്ക് കൂടി വരികയാണ്. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ. പിന്നെ ഈ പറയുന്ന പോലെ സിനിമ കാണുമ്പോൾ നമുക്ക് പലർക്കും പരിചയമുള്ള പല പല സംഭവങ്ങളും ഓർമ്മ വന്നേക്കാം. അത് നമ്മൾ ഡിനേ ചെയ്യുന്നില്ല. അത് ഏതെങ്കിലും പർട്ടിക്കുലർ ഇൻസിഡന്റോ സംഭവമാണോ നമ്മൾ പറയുന്നില്ല. നമുക്ക് അതിൽ നിന്ന് നമ്മുടെ മൈൻഡിലോട്ട് പല പല യാത്രകളിലും ചർച്ചകളിലും ഉരുത്തിരിഞ്ഞു വന്ന ഒരു സിനിമാറ്റിക് ഒരു സങ്കല്പമുണ്ട്. അപ്പൊ അതിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാമെന്നും അതിനെ എങ്ങനെ നല്ല രീതിയിൽ അവതരിപ്പിക്കാം എന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു സോഴ്സ് മെറ്റീരിയലിനോ ഏതെങ്കിലും ഒരു വ്യക്തിനെയോ എങ്ങനെ പോർട്രേ ചെയ്യാമെന്നോ അതിനെ എങ്ങനെ ചെയ്യാമെന്നോ ഒരു വ്യക്തിയെ കുറിച്ചുള്ള കഥയല്ല, പക്ഷെ പലതരം ഇത്തരം സംഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമ. അതിൽ ചില സംഭവങ്ങൾ ഹെവിലി ഇൻസ്പയർഡ് ആയിട്ടുണ്ട്, ചിലത് ചെറിയ രീതിയിൽ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. നമ്മൾ ആ സിനിമയെ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ ഒരു കഥാപാത്രവും ഈ പറഞ്ഞ പോലെ ഒരാൾ എന്നുള്ളതല്ല, ഇന്നൊരാളെ കുറിച്ച് എന്നുള്ളൊരു സിനിമ അല്ല. പക്ഷെ ഈ പറയുന്ന പോലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളൊക്കെ എന്തായാലും ഓർമ്മ വരും, ആൾക്കാർക്ക് കാണുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്തായാലും ഒന്നിലധികം ഇൻസിഡൻസ് അതിൽ നിന്ന് നമ്മൾ ഉൾത്തിരിഞ്ഞ് തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം മിക്കവാറും റിയൽ ലൈഫ് ഇൻസിഡൻസ് പലതും ആൾക്കാർക്കൊക്കെ ഏകദേശം അറിയാവുന്ന സംഗതികളായിരിക്കും. അപ്പൊ അങ്ങനെ അറിയാവുന്നവർക്കും പിന്നെ ഒരു സിനിമാറ്റിക്കലി ഒരു അനുഭവം പ്രൊവൈഡ് ചെയ്യണമെന്നുള്ള ഒരു ചിന്ത കൂടി ഉണ്ടായിരുന്നു എന്റെ പുറകിൽ. ഇപ്പൊ ആളുകൾ ഇങ്ങനെ വായിക്കുന്നത് അല്ലെ, ഇതാണോ എന്ന് ഗസ് ചെയ്യുന്നത്, ഇത്തരം സ്പെക്കുലേഷൻസ് ഒക്കെ വരുന്നത് നിങ്ങൾ അതിനെങ്ങനെയാ എടുക്കുന്നത്? നമ്മൾ അറിഞ്ഞുകൊണ്ടോ നമ്മൾ ആഗ്രഹിച്ചിട്ടോ ഉണ്ടായ ഒരു സ്പെക്കുലേഷനോ ഇതുമല്ല. പിന്നെ അത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ ആയിട്ട് ഭയങ്കരമായിട്ട് മെർജ് ചെയ്താണ് ആൾക്കാർ ഇപ്പം അവരുടെ ഡെയിലി ലൈഫ് തന്നെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഒരു സംഗതി സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം അങ്ങനെ വരുന്നു, വന്ന ആൾക്കാരുടെ ഒരു പിന്നെ അവരുടെ ഒരു കോൺഷ്യസിലോട്ട് ഇങ്ങനെ ചില ഇൻപുട്സ് ഓൾറെഡി വന്ന് കയറിയിട്ടുണ്ട്. അപ്പം അതങ്ങനെ വന്നോട്ടെ, നമുക്ക് ബാക്കി കാണാമെന്നുള്ള മൈൻഡിൽ നിൽക്കുന്നുള്ളൂ. കാരണം അതിനപ്പുറത്തുള്ള മറുപടി പറയും എന്നുള്ളതാണ് നമുക്ക് പിന്നെ യാഥാർത്ഥ്യമായിട്ട് ഇല്ലാത്ത അയാഥാർത്ഥ്യമായ കാര്യങ്ങൾ നമുക്ക് പറയാനും പറ്റില്ല. അപ്പോ അതുകൊണ്ട് നമുക്ക് അതിനെ അഡ്രസ് ചെയ്യുന്നതിൽ പരിമിതികളുണ്ട്. ബട്ട് അത് വന്നോട്ടെ എന്നുള്ള മൈൻഡിലാണ് ബാക്കി ആൾക്കാർ സിനിമ കണ്ടിട്ട്. അല്ല, ക്രൈം സ്വഭാവമുള്ള കാര്യങ്ങളിലേക്ക് ആൾക്കാർ എന്തായാലും ഇപ്പൊ യൂട്യൂബ് ചാനലുകളിൽ പലതരത്തിലുള്ള ആക്സസ് ആൾക്കാർക്കുണ്ട്. അപ്പൊ ഈ പറയുന്ന എല്ലാ ക്രൈംസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അറിയാൻ സാധിക്കും. അപ്പൊ നമ്മൾ അതിൽ നിന്നൊന്നും മറച്ചു വെക്കുന്നില്ല. അവർക്ക് ഇത് കാണുമ്പോൾ അതിൽ എന്തായാലും റിലേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കുറുപ്പിലും സമാനമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കുറെ കൂടെ അതാണെന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേംഡ് ആയിരുന്നു. അപ്പം
അപ്പൊ അതിന്റെ ഒരു വേറൊരു സംഗതി വന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇതിലാണ്. ഈ ഇത്തരം ക്രൈം സ്റ്റോറികൾ തപ്പി പോവാറുണ്ടോ? അതാണോ കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത്? അച്ഛൻ പോലീസ് ഓഫീസറായിരുന്നു, അപ്പോൾ കേരള പോലീസിൽ വർക്ക് ചെയ്തത്. അപ്പൊ അച്ഛൻ വീട്ടിൽ വന്നിട്ട് അച്ഛൻ ഇങ്ങനെ അന്വേഷിക്കുന്ന SHO ആയിരുന്ന സമയത്തൊക്കെ സ്റ്റേഷനിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഇൻസിഡൻസ് ഒക്കെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ പറയുമ്പോൾ ആ സമയത്താണ് അതിന്റെ ഒരു ക്യൂരിയോസിറ്റി ജനിക്കുന്നത്. പിന്നെ സ്വാഭാവികം എല്ലാ ആൾക്കാരെ പോലെയും ക്രൈം സ്വഭാവമുള്ള കഥകൾ കേൾക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെ പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ കേട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ബുക്കുകളൊക്കെ വായിച്ച് അങ്ങനെ ആ ഒരു താല്പര്യം ജനിപ്പിച്ചെടുത്തു. പിന്നെ അതിന് കൃത്യമായ ഒരു പ്രേക്ഷക വൃന്ദം ഉണ്ട്. നമ്മുടെ മലയാളത്തിലാണെങ്കിലും ക്രൈം സ്വഭാവമുള്ള സിനിമകൾ കാണാനുള്ള ഒരു പ്രേക്ഷക വൃന്ദം നമുക്കുണ്ട്. അതിൽ ആൾക്കാർ എൻഗേജ് ചെയ്തിരുന്ന് കാണുകയും ചെയ്യും. നല്ല രീതിയിലാണ് നമ്മളത് വ്യാഖ്യാനിച്ച് വരുന്നതെന്നുണ്ടെങ്കിൽ. അപ്പൊ അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇതിലുണ്ട് എന്ന് പറയാല്ലേ? ഏകദേശം ഉണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് പല കാര്യങ്ങളെയും അല്ലെ സമീപിക്കാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ. റിയലിസ്റ്റിക് ആയിട്ട് അല്ല, നമ്മുടെ സിനിമയുടെ സ്വഭാവം കുറച്ച് കൊമേഴ്സ്യൽ മീറ്റർ ഉള്ളതാണ്. അച്ഛൻ്റെ അന്വേഷണമായിട്ട് നമുക്ക് അങ്ങനെ ഡയറക്റ്റ്ലി ഇതിൽ നമ്മളങ്ങനെ മെർജ് ചെയ്തിട്ടില്ലൊന്നും. ഓക്കെ. ഈ പറഞ്ഞ ലജിത്തിന്റെ ഇപ്പം കുറുപ്പിനെ കുറിച്ച് പറയുമ്പോഴും ഇതും ആവട്ടെ റിയൽ ലൈഫ് ബേസ് ചെയ്തിട്ടുള്ള ഇൻസിഡൻസ് അതിൽ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണോ? അല്ല, അത് യാദൃശ്യമായിട്ട് സംഭവിച്ചു പോയതാണ്. അങ്ങനെ ഒരു ഇന്റൻഷനലി ചെയ്തതല്ല. കുറുപ്പ് അങ്ങനെ സുധാകരനായിട്ടുള്ള യാത്രകളും ചർച്ചകളൊക്കെ നടന്നപ്പോൾ വേറെ 1-2 സബ്ജക്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പോയതാണ്. അപ്പം ഇങ്ങനെ അതിന് കുറുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം കണ്ട ഒരു എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് വർഷം മുന്നേ അങ്ങനെ ഒരു തോട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കോമൺ പോയിന്റ് ആയിട്ട് ഈ ഒരു ടോക്ക് വന്നപ്പോൾ അതങ്ങനെ ഉണ്ടായതാണ്. ഇതും ഇതുപോലെ ഇങ്ങനെ അടുത്തൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ് തപ്പിയെടുത്ത് ചെയ്യണം എന്നുള്ള ഇതിലൊന്നും ചെയ്തതല്ല. ആക്സിഡന്റലി വന്നപ്പോ ഇതിനകത്തുനിന്ന് ഒരു സിനിമാറ്റിക് സംഗതി ഉണ്ട് എന്ന് തോന്നി അങ്ങനെ ഡെവലപ്പ് ചെയ്തപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയതാണ്. പിന്നെ ഈ പറയുന്ന പോലെ എനിക്കും ഈ പറയുന്ന ക്രൈം ത്രില്ലേഴ്സും ക്രൈം ഡ്രാമയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സിനിമകൾ കാണാനും താല്പര്യമുണ്ട്. അതുപോലെ അത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കൈൻഡ് ഓഫ് കോൺഫിഡൻസും കിടപ്പുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എലമെന്റ്സ് എല്ലാം കൂടെ ബ്രിഡ്ജ് ചെയ്ത് വന്നപ്പോ ഇങ്ങനെ സംഭവിച്ചു പോയതാണ്. ഈ കളംകാവലൊരു റിച്വൽ ആണ്, അപ്പം അതും ഈ സിനിമയുമായി കണക്ട് ആവുന്നുണ്ടെന്ന് വെച്ചാൽ അതിനകത്ത് ഇപ്പൊ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. കളങ്കാവില് ദാരികനെ അന്വേഷിച്ച് ദുഷ്ടശക്തി എന്ന് ഉള്ള ഒരു സങ്കല്പത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അസുരഗണത്തിൽപ്പെട്ട ദാരികനെ അന്വേഷിച്ച് ഭദ്രകാളി ദേവി നടത്തുന്ന അന്വേഷണവും ആണ് ഇതിന്റെ ഈ റിച്വലിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഐതിഹ്യം. അപ്പൊ സ്പിരിച്വലി അത് നമ്മൾ സിനിമയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം. നമ്മളത് എന്താണ് കറക്റ്റ് കണക്ഷൻ നമ്മൾ പറഞ്ഞിട്ടല്ല, ബട്ട് കണക്റ്റഡ് ആയിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ കൾച്ചറൽ റെഫറൻസുകളുണ്ട്. ഈ വാക്കിന്റെ ജോഗ്രഫിക്കലി ഉള്ള ഒരു ആ വാക്കിന്റെ മീനിങ്ങും എല്ലാം അതിലേക്ക് നമുക്ക് മെർജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കഥ സംഭവിക്കുന്ന ഏരിയ ബേസിക്കലി കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമൊക്കെയാണ്. അപ്പൊ ഈ കളം കാവൽ എന്ന് പറയുന്ന വാക്കിന് 2 ഭാഷയിലും ഒരേ അർത്ഥം തന്നെയാണ് ക്യാരി ചെയ്യുന്നത്. അപ്പം പിന്നെ ഈ റിച്വലിനും ഇതിനൊക്കെ അപ്പുറത്തോട്ട് കളം കാവൽ എന്ന് പറയുന്ന വാക്ക് എന്റെ കളത്തിന് ഞാൻ കാവൽ നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ എലമെന്റ്സ് ഉണ്ട്. ഈ എലമെന്റ്സിൽ ചിലതൊക്കെ നമ്മുടെ സിനിമയായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ. അതാണോ ഇപ്പം ഷൂട്ട് നടന്നൊക്കെ എനിക്ക് തോന്നുന്നു നാഗർകോവിൽ അവിടുത്തെ ആചാരമാണ് ഇത്. അവിടുത്തെ ആചാരം എന്ന് പറഞ്ഞാൽ തെക്കൻ തിരുവിതാംകൂറിലുള്ള ആചാരമാണ്. അവിടെയുള്ള ചില സ്ഥലങ്ങളിൽ ഉണ്ട് ഈ ആചാരം. തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ കന്യാകുമാരി അതുവരെ കിടക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങോട്ടുള്ള ആചാരം തന്നെയാണ്. ഈ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഭൂമിക മമ്മൂക്കയുടെ കഥ പറയുമ്പോഴേ എന്താണ് ആളെ ഹുക്ക് ചെയ്തത് എന്താ, അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ ആദ്യമായിട്ട് കഥ നറേറ്റ് ചെയ്യുമ്പോൾ അതെന്തായിരുന്നു? അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് തോന്നിയത് ഈ കഥാപാത്രവുമായിട്ട് ബന്ധപ്പെട്ട ചില സവിശേഷ കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് പിന്നെ അതോടൊപ്പം തന്നെ ഈ കഥയുടെ ഒരു നരേറ്റീവ് സ്ട്രക്ചർ ഉണ്ട്. കുറച്ച് നോൺ ലീനിയർ പരിപാടികളും ഒക്കെ മെർജ് ചെയ്തിട്ട് അങ്ങനത്തെ രീതിയിൽ പോകുന്ന ഒരു സ്ക്രീൻ പ്ലേ ആയിരുന്നു. അതുമുണ്ട്. പക്ഷെ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്കറിയാം പിന്നെ ഇതുപോലെ വലിയൊരു സ്റ്റാർഡത്തിലൊക്കെ നിൽക്കുന്ന ഒരു നടനാണ്. എന്നാൽ അതിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതിനപ്പുറത്ത് പിന്നെ തന്നിലെ നടനെ എങ്ങനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള ഒരു ത്വര അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള അസാധ്യ നടൻ കൂടെയാണ്. അപ്പൊ അങ്ങനെ ഉള്ള അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആ ഒരു ത്വരേനെയും കൂടെ എവിടെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ ഈ കഥാപാത്രത്തിന് പറ്റുമെന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കേട്ട് കുറച്ച് ആകുമ്പോൾ തന്നെ അദ്ദേഹം അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. അദ്ദേഹത്തിന് തോന്നുന്ന സംശയങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ
നമുക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു Okay, അദ്ദേഹത്തിന് ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ നറേറ്റ് ചെയ്തതിനു ശേഷം പുള്ളിയുടേതായ ഒരു ഇൻവോൾവ്മെന്റ് എങ്ങനെയാ? അതായത് ഈ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞ് എന്തെങ്കിലും മാറ്റങ്ങൾ നിർദ്ദേശിക്കും, അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാ മാറ്റങ്ങളായിട്ട് പറഞ്ഞില്ല. പിന്നെ ചില ഏരിയാസ് നമ്മളും ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ചില മൈന്യൂട്ട് ചില ഏരിയാസ്. അപ്പൊ അതിലൊക്കെ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചില സജഷൻസ് ഒക്കെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താലെന്നൊക്കെ. അങ്ങനെ ടോട്ടാലിറ്റീനെ ബാധിക്കുന്ന രീതിയിൽ, കാരണം അദ്ദേഹത്തിന് സംശയങ്ങൾ ഉണ്ടായിരുന്നു, ആ സംശയങ്ങൾക്ക് എന്തോ ഭാഗത്തിന് നമ്മുടെ ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പ്രശ്നം ഇല്ലായിരുന്നു. റിവിഷൻസ് ചെറിയ രീതിയിൽ നടത്തിയിട്ടുള്ളൂ, പിന്നെ ഇതിനൊക്കെ അപ്പുറത്ത് വന്നില്ല. പിന്നെ ഇതിനൊക്കെ അപ്പുറത്ത് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിനെ വെച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, നമ്മൾ ഒരു സീൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു വിഷ്വൽ പാറ്റേണും വിഷ്വൽ ഡിസൈനും ഒക്കെ കാണുമല്ലോ. അപ്പൊ അതെന്താണ് എന്ന് നമ്മൾ ഓരോ സീനും മുമ്പും അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് മറ്റ് സീൻസുമായിട്ടൊക്കെ എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് എഡിറ്റിംഗ് പാറ്റേണിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇത് മനസ്സിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെതായ വേറൊരു ഡയമെൻഷൻ ഇതിലോട്ട് ആഡ് ചെയ്യും പെർഫോം ചെയ്യുന്ന സമയത്ത്. അത് ഇപ്പൊ എപ്പോഴും ആ സിനിമയെ വേറൊരു രീതിയിൽ എൻഹാൻസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതാണ് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ മാത്രം കിട്ടാൻ സാധ്യതയുള്ള ഒരു എലമെന്റ് ആണെന്ന് തോന്നുന്നു. അത് നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് ഭയങ്കര ഹൈ തന്നുകൊണ്ടിരിക്കും. എഴുതി വെച്ചിരിക്കുന്നതിന് മുകളിലുള്ള പരിപാടി ഞാൻ ചോദിക്കാൻ വരായിരുന്നു, ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ച സാധനത്തിൽ നിന്ന് ഒരു ആക്ടർ, ഒരു പെർഫോമർ എന്ന രീതിയിൽ ആള് കൊണ്ടുവരുന്ന ഒരു വേറെ ഡയമെൻഷൻ, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്താണ്? അത് നമുക്കറിയാം. ഇപ്പൊ ഇത്രയും കഥാപാത്രങ്ങൾ ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾ പോലും ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ട് നമുക്കറിയാം ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആണല്ലോ തോന്നിക്കുന്ന സാധനങ്ങൾ തുടർച്ചയായിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കൃത്യമായ നിരീക്ഷണ പാഠവും കൃത്യമായിട്ട് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാരോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കൃത്യമായി അപ്ഡേറ്റ് ആയി ആക്റ്റീവായി നിന്ന് കാര്യങ്ങളെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ഔട്ട്ഡേറ്റഡ് ആവാതെ, ഇപ്പൊ അഭിനയത്തിന്റെ തന്നെ ചില തലങ്ങളുണ്ട്, ചില മീറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി കൃത്യമായിട്ട് ധാരണ ഉള്ള ഒരാളാണ്. പണ്ട് അഭിനയിക്കുമ്പോ ഇങ്ങനെ ഒരു മീറ്ററിൽ പോകണമായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല, അതിന്റെ ഒരു ഇത് മാറി, ഇപ്പൊ ഇങ്ങനെയാണ് എന്നല്ല കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. പിന്നെ നമുക്കറിയാം വോയിസ് മോഡുലേഷൻ, അങ്ങനെ ചില സംഗതികളിൽ അസാധ്യമായിട്ടുള്ള റേഞ്ച് ഉള്ള ഒരാളാണ്. കമ്പാരിറ്റീവ്ലി ആ ഒരു കേപ്പബിലിറ്റിയും അദ്ദേഹത്തിനുണ്ട്, കേപ്പബിലിറ്റി ഉണ്ട്, അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ പിന്നെ ഇത്രയും നാളും ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറ്റിപ്പിടിക്കാനുള്ള ഒരു ഇന്റൻഷനലി ഒരു ശ്രമം അദ്ദേഹത്തിന് ഭാഗത്തുനിന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയും വലിയൊരു പാഷൻ ക്യാരി ചെയ്യുന്ന ഒരാള് ഇത്രയും ഒരു കഴിവുള്ള നടൻ കൂടെ ആയതിന്റെ ഒരു ഗുണം അതിന്റെ ഫിലിം മേക്കേഴ്സായി നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ഫേസിലാണല്ലോ ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു 5-6 വർഷങ്ങളായിട്ട് എല്ലാ പടങ്ങളും നമ്മൾ എടുക്കുമ്പോൾ ഒന്നിനൊന്നിന് നമുക്ക് മെച്ചമാണ്, നമുക്ക് ആ ക്യാരക്ടറിനെ പ്രത്യേകമായിട്ട് കാണാനും സാധിക്കും. അപ്പൊ നമുക്ക് തന്നെ ഈ നമ്മുടെ ഈ ഷൂട്ടിംഗ് പ്രോസസ്സിൽ 1-2 സീൻസിൽ നമുക്ക് രണ്ടുപേർക്കും പേഴ്സണലി ഭയങ്കര ഗൂസ് ബംസ് അടിച്ച രോമാഞ്ചം ഉണ്ടായിട്ടുണ്ട്. അത് ഫിലിം മേക്കിങ്ങിന്റെ കാര്യമാണ്. ഇതിപ്പം ഫൈനൽ ഔട്ടിൽ വേറൊരു സംഗതിയാണ്. ഫൈനൽ ഔട്ടിൽ കോമൺ ഓഡിയൻസിനെ സംബന്ധിച്ച് അവർ കാണുമ്പോഴത്തേക്ക് അവർക്ക് അത് ആ എക്സൈറ്റ്മെന്റ് വരണമെന്നില്ല. പക്ഷെ ഫസ്റ്റ് ഓഡിയൻ എന്നതിനേക്കാൾ ഉപരി ആ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഭയങ്കരമായിട്ട് അപ്പൊ നമുക്കത് കിട്ടുന്ന ഹൈ എന്ന് പറഞ്ഞാൽ നമ്മള് കാണാൻ ആഗ്രഹിച്ചതിന്റെ 10 മടങ്ങാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ആള് നമ്മളുടെ ഇന്റർവ്യൂലൊക്കെ സംസാരിക്കും പറയാറുണ്ട്, ഇപ്പൊ ഒരു ഫസ്റ്റ് ചെന്ന് കഴിഞ്ഞാൽ ഒരു 2 ദിവസം വേണം അതിലേക്കൊന്ന് ഇന്നാവാൻ, പിന്നെ ആ കഥാപാത്രത്തിന്റെ ഒരു വേഷവും ഒക്കെ ആയി കഴിയുമ്പം നമ്മൾ കംപ്ലീറ്റ് അതായത്. ഇതിൽ ആ ഹെയർ സ്റ്റൈൽ എന്നുള്ളത് ഭയങ്കര, ഇപ്പൊ പറഞ്ഞല്ലോ ഇത്രയും സിനിമ ചെയ്ത ആള് ഇതുവരെ ചെയ്യാത്തത് എന്താന്ന് തേടിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ റെപ്പിറ്റേഷൻ വരാതിരിക്കുക എന്നുള്ള ഒരു ബോധ്യമുണ്ട്. പ്ലസ് ഈ പറഞ്ഞ ഈ ലുക്ക്, അത് ഭയങ്കര അതായിരുന്നു ഇതിന്റെ ഒരു ഭയങ്കരമായ ഒരു USP എന്ന് പറയുന്നത്. ആ ഒരു ഹെയർ സ്റ്റൈലും ആ ഒരു നോട്ടൊക്കെ വന്നപ്പോഴേക്കും വേറെ ആയിരുന്നു. അപ്പം ഈ ഒരു ഇതാണ് മൊത്തത്തിലൊരു മൂഡ് മീറ്റർ എന്നൊക്കെ ഉള്ളതിലേക്ക് എത്തുന്നത് നിങ്ങൾ ഒരുമിച്ചായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മുടെ ഒരു പിന്നെ ആ ഒരു പിന്നെ ആ ക്യാരക്ടറൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ടോട്ടൽ ലുക്സിൽ ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതിൽ ഏറ്റവും വലിയ എക്സ് ഫാക്ടർ ആയത് ഈ ഹെയർ സ്റ്റൈലാണ്. അപ്പൊ ഇതില് എനിക്ക് കുറച്ച് ഇതുണ്ടെങ്കിലും ചെറിയ രീതിയിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇതിൽ എന്ത് യൂസ് ചെയ്യണം, വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് നമ്മൾ ഇങ്ങനെ നിരന്തരം ചർച്ചകളാണ്. സ്റ്റൈലിസ്റ്റ് ഉണ്ട്, പിന്നെ മേക്കപ്പ് ചെയ്യുന്ന ജോർജേട്ടനുണ്ട്, പിന്നെ കോസ്റ്റ്യൂം ചെയ്യുന്ന അബി, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പിന്നെ അപ്പൊ നമ്മുടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ ഒരു സമയത്താണ് സാറ് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം സജസ്റ്റ് ചെയ്തത്, ഈ ഹെയർ സ്റ്റൈലിൽ. അത് സജസ്റ്റ് ചെയ്യാനൊരു കാരണമുണ്ട്. പിന്നെ നമുക്ക് തന്നെ കുറച്ച് സോഴ്സ് മെറ്റീരിയൽസ് ഉണ്ട്. ഈ ചില സോഴ്സ് മെറ്റീരിയൽസിൽ നിന്ന് രൂപപ്പെട്ട ഒരു ഐഡിയ ആണ് ഇത്. ബട്ട് അത് റിസർച്ച് മെറ്റീരിയൽസ് ഉണ്ട് കുറച്ച്. അപ്പൊ അത് അങ്ങനെയുള്ള മെറ്റീരിയൽസിൽ നിന്നും ഒക്കെ രൂപപ്പെട്ട് വന്നൊരു ഐഡിയ ആണ്. ബട്ട് അത് അദ്ദേഹം ചെയ്തപ്പോ അത്
ഭയങ്കര ഇത് ഗംഭീരായി അതെ, അതെ, അതെ. വന്നു. അതെ, അതെ. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ട്രെയിലറിൽ ആ സിഗരറ്റ് പിന്നെ ആ നോക്കുന്ന സാധനം ഉണ്ടല്ലോ, ക്യാമറ മൂവ് ചെയ്യുന്നത്, അത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ആദ്യം ഇറങ്ങിയപ്പോ കുറെ വട്ടം കണ്ടു. പിന്നെ തിയേറ്ററിൽ ഇപ്പൊ സിനിമ കാണാൻ പോകുമ്പോൾ ഈ കളങ്കാവലിന്റെ ടീസർ വരുന്നതിലാണ് നമുക്കൊരു എക്സൈറ്റ്മെന്റ്, കാരണം ആ ലുക്ക് കാണാൻ വേണ്ടി. അതെങ്ങനെ സംഭവിച്ചത്? അത് പിന്നെ ഇപ്പം പിന്നെ ബേസിക്കലി ആ പരിപാടിയും ആ സീനും ബാക്കി അതിനൊരു പർപ്പസ് ഉണ്ട്, ആ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിരുന്നു. ഒരു സിഗരറ്റും ഉണ്ട്, സിഗരറ്റും വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ അതായത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നതാണ്, ഇങ്ങനെ ഇത്രയും പറഞ്ഞിരുന്നു. ബട്ട് അതില് പിന്നെ സിഗരറ്റ് വെച്ച് ചെയ്ത പരിപാടി അവിടുന്ന് അദ്ദേഹം തന്നെ ചെയ്തതാണ്, സ്വന്തമായി ചെയ്തതാണ്. ഇങ്ങനെയുള്ള ചില എലമെന്റ്സ് ആണ് അദ്ദേഹം നമുക്ക് ഇങ്ങനെ കാരണം അദ്ദേഹം അത് എന്താണ് നമ്മുടെ ഷോർട്ട് ഡിവിഷൻ എന്ന് മനസ്സിലാക്കി അതിനകത്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു തോട്ട് പ്രോസസ്സിലാണ് എപ്പോഴും. ഇതെങ്ങനെ അതിനകത്ത് ഒരു സാധനം പുതിയൊരു സാധനം പുതിയതായിട്ട് ചെയ്യാം, അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതുകൊണ്ടായിരിക്കുമല്ലോ എന്തായാലും ഇങ്ങനെ ഒരു നിങ്ങൾ കൊടുത്ത ബ്രീഫ് എന്താ? അത് നമ്മള് അങ്ങനെ സമാനമായ ഒരു സംഗതിയാണ് കൊടുത്തത്. പക്ഷെ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ത് ബ്രീഫ് കൊടുത്താലും അത് ഒരാൾ ഏത് രീതിയിലൊക്കെ ഉൾക്കൊണ്ടാൽ പോലും അത് ചെയ്ത് ഫലിപ്പിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടല്ലോ, ഒരു നടൻ എന്നുള്ള രീതിയിൽ വേഴ്സറ്റിലിറ്റി അതുള്ള ഒരാളാണ് അദ്ദേഹം. വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് അതില്. അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്ന സംഗതികൾ. ഇപ്പം നിങ്ങളൊരു ചെന്ന് പറയുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് പറയുമ്പോഴേ ടോട്ടലി ഒരു സിനിമയാണോ പറഞ്ഞത്, അല്ലെങ്കിൽ ആളുടെ കഥാപാത്രം എന്താണ്, അങ്ങനെയാണോ പറയാ? അതിപ്പം ഞാൻ ബേസിക്കലി ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരാളാണ്. അപ്പൊ ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്ന ഏതൊരാളെ സംബന്ധിച്ചും കുറച്ച് ഒരു ടാസ്ക് ആണ് നമ്മുടെ സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള സിനിമ വേറെ ആളിലോട്ട് കൺസീവ് ചെയ്യുക. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ എങ്ങനെയൊക്കെ പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല മറ്റുള്ളവർക്ക്. ഒരു സിനിമ ചെയ്ത് 1-2 സിനിമ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിന്റെ കുറച്ചൊക്കെ പകുതി ജഡ്ജ്മെന്റ് അതിന്റെ ബേസിലായിരിക്കും കേൾക്കുന്ന ആൾക്കാർ. അങ്ങനെ ഒരു അതെ. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ കഥ പറയാൻ അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ആള് അല്ല. പക്ഷെ അപ്പൊ സ്ക്രീൻ പ്ലേ ചെയ്തപ്പം തന്നെ അതിനകത്ത് എവിടെയൊക്കെയാണ് എഡിറ്റിംഗിൽ എന്തെങ്കിലും പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, അല്ലെങ്കിൽ ഷോർട്ട് ഡിവിഷനിൽ എന്തെങ്കിലും പെക്യുലർ സംഗതികൾ ഉണ്ടെങ്കിൽ അതെന്താണ്, അല്ലെങ്കിൽ മ്യൂസിക്കിൽ എന്തെങ്കിലും പരിപാടി, ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളും കൂടെ ഇട്ടിട്ടാണ് പോയത്. അപ്പൊ കാരണം എനിക്ക് എന്നാലേ ഇത് പറ്റത്തുള്ളൂ അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടോട്ടൽ സ്ക്രീൻ പ്ലേ ഈ പറഞ്ഞ ചെറിയ ചെറിയ എലമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് പിന്നെ ഡയലോഗ്സിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എന്താണ് മോഡുലേഷൻ എന്നൊക്കെ ഉള്ള സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് അത്രയും എന്തോ ഈ ആൻഡ്രോ ചേട്ടൻ ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെയൊക്കെ പിന്നെ റെഫറൻസ് സംഗതികളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് കിട്ടിയൊരു ഭാഗ്യം, അത്ര സമയം കിട്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അത്ര നരേറ്റ് ചെയ്യാനുള്ള സമയം കിട്ടി. അപ്പൊ അതുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റി. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ടോട്ടൽ ഔട്ട്പുട്ട് സിനിമയിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ അത് കൊടുക്കാൻ പറ്റി. അത്രയും കൊടുത്തു തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ കഥ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ കഥാപാത്രത്തിന്റെ എല്ലാ പ്രത്യേകതകളും പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. പിന്നെ ഓരോ ഷോട്ടിന് മുമ്പുള്ള ഒരു നറേഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ എങ്ങനെയായിരിക്കും? പുള്ളിക്ക് ഇതാണ് സംഭവിക്കുന്നതെന്ന് വിശദീകരിച്ചാൽ മതിയോ, അല്ലെങ്കിൽ എങ്ങനെ വേണം, എന്ത് വേണം, ആ രീതിയിലാണോ പോവുക? ഏകദേശം ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ട് ഇത് കുറച്ച് നമ്മൾ ത്രൂ ഔട്ട് അങ്ങനെ ഭീകരമായ നോൺ ലീനിയർ പരിപാടി അല്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ നോൺ ലീനിയർ നെറേറ്റീവിനെ ഡിപ്പെൻഡ് ചെയ്തൊക്കെ പോകുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സമയത്തും പോകുമ്പോൾ പിന്നെ ഈ സീൻ ഇന്നതാണ്, ഇതിനകത്ത് ഉള്ള ഇമോഷൻസും കാര്യങ്ങളും ഇങ്ങനെയാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇത് നമ്മുടെ ഇതെങ്ങനെ അതിന്റെ ടോട്ടൽ ഒരു ലീനിയർ ഒരു ആർക്കിൽ ഇത് എവിടെയാണ് ഈ സീൻ വരുന്നത്, ഇത് പക്ഷെ നമ്മുടെ സിനിമയുടെ ആർക്ക്, സിനിമയിൽ ഫൈനൽ ഔട്ടിൽ ഇത് എവിടെയാണ് വരുന്നത്, എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറയാറുണ്ടായിരുന്നു. അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത് ആ ഒരു ഇമോഷൻ ആയിരിക്കും, ആ സീനിൽ എന്താണ് സംഭവിക്കേണ്ടത് എന്നുള്ള ഇതായിരിക്കും. പിന്നെ നമുക്ക് ചില സംഗതികളുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു കഥാപാത്രം നമ്മളൊരു സീനിൽ നമ്മൾ കാണിക്കുമ്പോൾ നമുക്ക് പ്രകടമായിട്ട് അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ടായിരിക്കാം. ബട്ട് അതിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ ആ കഥാപാത്രത്തിന്റെ യഥാർത്ഥ റിയാലിറ്റി വേറെ ഒന്നായിരിക്കും, ചിലപ്പോൾ പ്രിട്ടൻഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയുള്ള സംഗതികളുണ്ടല്ലോ, അതൊക്കെ കൃത്യമായിട്ട് പറയാറുണ്ട്. അപ്പം അതൊക്കെ തന്നെ മതി അദ്ദേഹത്തിന്, കാരണം അദ്ദേഹം അത്രയും കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി പറയാറുണ്ടായിരുന്നു. ബാക്കി പിന്നെ നമ്മുടെ ബേസിക് ഷോർട്ട് ഡിവിഷൻ എങ്ങനെയായിരിക്കും, ഇപ്പോൾ ഒരു സീൻ തന്നെ നമുക്ക് നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ഉണ്ടല്ലോ, എങ്ങനെ സ്റ്റേജ് ചെയ്യുന്നതും പിന്നെ അതിന്റെ വിഷ്വൽ പാറ്റേൺസും ഒക്കെ. അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ള സാധനവും കൂടെ പറയും. അപ്പം അവർക്ക് എന്താണ് പെർഫോം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള സ്പേസും സംഗതികളും ടൈമിങ്ങും ഒക്കെ അതിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നു. നമുക്ക് ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. അതെ, അപ്പൊ സാറിന് നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നതിന്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ സാറ് ഓൾറെഡി റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആളുടെ കയ്യിലുണ്ട്, സാറിന്റെ കയ്യിലാണ്. പിന്നെ ഈ കഥാപാത്രത്തോടും ഒരു ചെയ്യാൻ അത് ഒരു എക്സൈറ്റ്മെന്റ്, കൈൻഡ് ഓഫ് എക്സൈറ്റ്മെന്റ് തന്നെയാണ് അദ്ദേഹം ചെയ്ത് പോയത് ത്രൂ ഔട്ട്. അദ്ദേഹത്തിന് ചെയ്യാൻ എന്തൊക്കെ ഉണ്ടെന്നുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നു. ഓക്കെ.
പിന്നെ ഇപ്പം നമ്മൾ ട്രെയിലറിൽ വിനായകനെ കാണുമ്പോൾ വേറൊരു വിനായകനെയാണ് അതിൽ കാണുന്നത്. പിന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് മമ്മൂട്ടി വിനായകൻ കോംബോ ഒക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഈ കഥാപാത്രം എന്താണെന്നൊക്കെ അറിയാം. നമുക്ക് തന്നെയാണ് വിനായകന്റെ പേര് സജസ്റ്റ് ചെയ്തതെന്ന് ഞാൻ കേട്ടിരുന്നു. വിനായകനിലേക്ക് വരുന്നതും ആളുടെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആളുടെ ഒരു ആ എനർജി ഉണ്ടല്ലോ, എങ്ങനെയാണ്? അത് ഒരു പിന്നെ ഒരു 1-2 റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ അദ്ദേഹത്തിന്റെ കഥാപാത്രവും ഡിസൈൻ ചെയ്തിരുന്നത്. അപ്പം ഒരു ഏതാണ്ട് ഈ ഒരേപോലെ പ്രാധാന്യം ഉള്ള 2 കഥാപാത്രങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇത്. അപ്പൊ ഇത് ആര് വേണം നമുക്ക് വിനായകനും കട്ടയ്ക്ക് നിൽക്കുന്ന കട്ടയ്ക്കെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഇമ്പോർട്ടൻസ് പിന്നെ അപ്പം നമ്മൾ എൻ്റെ ഒരു അസോസിയേറ്റ് ആയിട്ടുള്ള ചർച്ചയിലും ഇങ്ങനെ വിനായകൻ ചേട്ടൻ ഒരു ഓപ്ഷൻ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. പിന്നെ നമുക്ക് അറിഞ്ഞൂടെ ഇവരുടെയൊക്കെ അവൈലബിൾ, കാരണം അദ്ദേഹം ജയിലർ കഴിഞ്ഞ് ഭയങ്കര ഇതായിട്ട് ഏതൊക്കെയോ അന്യഭാഷാ സിനിമകളിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്നു, അങ്ങനെയൊക്കെ ഒരു സ്റ്റേജിങ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആൻഡോ ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ മമ്മൂക്ക വിനായകൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളൊന്ന് മൈൻഡിൽ ആലോചിച്ചപ്പം അതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് തോന്നി. കാരണം ഒന്ന്, ഇവര് രണ്ടുപേരും തമ്മിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്പേസിൽ വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു പുതുമയുണ്ട്. പിന്നെ ഈ കഥാപാത്രത്തിന്റെ ചില പ്രത്യേകതകളുണ്ട്. ബേസിക്കലി അദ്ദേഹം ഒരുമാതിരിപ്പെട്ട ചെയ്ത കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ രീതിയിൽ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുള്ള അത്രയും അങ്ങനത്തെ ഒരു ചരിത്രമുള്ള ഒരു നടനാണ്. പക്ഷെ അദ്ദേഹം മുന്നേ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് കുറച്ച് മാറിയ ഒരു ട്രേറ്റ് ആണ് ഈ കഥാപാത്രത്തിനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം വന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ പുതിയൊരു സംഗതി കഥാപാത്രത്തിൽ ഉണ്ടാവാം. ഇവർ തങ്ങളിൽ ഒന്നിക്കുമ്പോൾ ഒരു കോൺട്രാസ്റ്റും ഉണ്ട്. അപ്പൊ അത് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം ഇതുപോലെ 2 രീതിയിൽ അങ്ങനെ നല്ല രീതിയിൽ നിൽക്കുന്ന 2 നടന്മാരാണ്. അപ്പൊ അവര് ഇതുപോലെ ഒരുമിച്ച് അങ്ങനെ ചെയ്തിട്ട് ഇതുപോലെ ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു സംഗതി ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആയേക്കാമെന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മൾ മറ്റേ മിഥുൻ മാനുവൽ തോമസ്, മിഥുൻ ചേട്ടൻ ഒക്കെ ഉണ്ടായിരുന്നു കഥ പറയാനായിട്ട് പോകുമ്പോ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ അതേ ഫ്ലാറ്റിൽ തന്നെയായിരുന്നു നമ്മൾ പ്രീ പ്രൊഡക്ഷന്റെ സമയത്ത് താമസിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തെ കണ്ടിട്ടോ പരിചയപ്പെട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയാണ് അന്ന് കഥ പറയാൻ പോകുമ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. മിഥുൻ ചേട്ടനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഈസി ആയി പറയാൻ. പൊതുവെ വിനായകൻ എപ്പോഴും പറയാറുണ്ട് 100% പ്രൊഫഷണലാണ് വർക്കിന്റെ കാര്യത്തിൽ. അപ്പം ഈ അഭിനയിക്കാൻ വന്നു കഴിയുമ്പോഴേ, അല്ലെങ്കിൽ തന്നെ ഈ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾ ഈ കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്നത്, ഈ കഥാപാത്രം ആകുന്നത്, പിന്നെ അതായത് അദ്ദേഹത്തിന്റെ ഒരു പെക്യുലാരിറ്റി നമ്മൾ ഇങ്ങനെ പറയുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ ചില ചോദ്യങ്ങൾ കാണും, ചില സംശയങ്ങൾ കാണും. അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ചോദ്യങ്ങളും ചില സംശയങ്ങളും ആയിരിക്കും. അതിന് നമുക്ക് എന്താണെന്നുള്ള മറുപടികൾ പറഞ്ഞ് കൺവിൻസ്ഡ് ആയി കഴിയുമ്പോഴാണ് അദ്ദേഹത്തിനും വേറെയും ഒരുപാട് ഓഫീസും ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ കഥാപാത്രം ഇഷ്ടപ്പെട്ടിട്ടോ എങ്ങനെയോ അദ്ദേഹം ഇത് ചൂസ് ചെയ്തു. അപ്പൊ അങ്ങനെ വന്ന് ചെയ്യുമ്പോൾ അദ്ദേഹം ഓരോ മൈന്യൂട്ട് പിന്നെ ചെറിയ ഡയലോഗ്സ് പോലും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന്റെ പുറത്ത് ചർച്ചകൾ ചെയ്ത്, പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പിന്നെ ഓരോ സീൻ എടുക്കുന്നതിന് മുമ്പ് വന്ന് കോ ആക്ടേഴ്സ് ഒക്കെ ആയിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അതിന്റെ സ്റ്റേജിങ്ങിലൊക്കെ അദ്ദേഹത്തിൻ്റെതായ സജഷൻസും അഭിപ്രായങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് അതൊരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയുണ്ട്. അപ്പൊ അത് നമുക്ക് കുറച്ചും കൂടെ പല സമയത്തും നമുക്ക് ഈസിയാണ്. എനിക്കും അത് ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു പരിപാടി. അപ്പൊ അങ്ങനെ ഇൻവോൾവ് ചെയ്താണ് പോയി. പിന്നെ അദ്ദേഹം ഇപ്പൊ ചില സമയത്തൊക്കെ ഇടയ്ക്കൊരു മറ്റേ മീൻസ് പനിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും കൃത്യസമയത്ത് തന്നെ വന്ന് ആ കാര്യത്തിൽ അനാരോഗ്യം. ഒരു ദിവസം മമ്മൂക്കയാണ് പറഞ്ഞത് ഇത്രയും പയ്യ ചെയ്തിട്ട് പോയിട്ട് അടുത്ത ദിവസം വന്നാൽ മതി. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, അത്രയും പ്രൊഫഷണൽ ആണ് അദ്ദേഹം, പക്കയാണ്. അപ്പൊ അത് പിന്നെ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ ഏതാ മൈന്യൂട്ട് ഡയലോഗ്സിൽ പോലും അദ്ദേഹം കൺസേൺഡ് ആയിരിക്കും എന്താണ് സംഗതി. ഇങ്ങനെ ഒരു സ്റ്റേജ് റിഹേഴ്സൽ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസ്കഷൻ ഒക്കെ നടക്കും. ഒരുപാട് സമയം കൊടുക്കത്തില്ല, അന്നേരം അത്യാവശ്യം ബേസിക് സാധനം അവിടെ സെറ്റ് ചെയ്യുമായിരുന്നു. ഷൂട്ടിങ്ങിൽ പൂർണ്ണമായിട്ടും ജിഷ്ണു ഉണ്ടായിരുന്നു. ഞാൻ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമ്മള് ഷൂട്ട് 50 അടുപ്പിച്ച് നമ്മൾ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. പിന്നെ വിനായകൻ ചേട്ടൻ്റെ കാര്യം പറയുമ്പോൾ ചേട്ടൻ ആ ക്യാരക്ടർ ഫുള്ള് അതിന്റെ ഡൈനാമിക്സ് മനസ്സിലാക്കി അത് പ്രോസസ് ചെയ്തിട്ടാണ് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. അപ്പം അതിനു മുമ്പ് നമ്മൾ ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഡിസ്കഷൻ നടക്കും. അപ്പം വിനായകൻ ചേട്ടൻ്റെ കാര്യങ്ങൾ അത്രയും മനസ്സിലാക്കി തന്നെ നമ്മളെടുത്ത് പറയാറുണ്ട്. നിങ്ങൾ എഴുതി വെച്ചതേ ഇവർ ഇങ്ങനത്തെ നല്ല പെർഫോമേഴ്സ് ഇരുന്ന് ചെയ്ത് കാണുമ്പോൾ നിങ്ങളുടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. നിങ്ങൾ പലവട്ടം കണ്ടു ഇപ്പം അല്ലെ, നിങ്ങൾ അതിന്റെ പിന്നിൽ നിങ്ങൾ ചെയ്യുന്ന സിനിമ ആയതുകൊണ്ട് എത്രയോ വട്ടം. അപ്പൊ അതിന്റെ ജഡ്ജ്മെന്റ് ചിലപ്പോൾ നമുക്ക് ശരിയാവണം, അല്ല നമുക്ക് ചിലപ്പോൾ പലവട്ടം കണ്ട് നമ്മൾ അതിന്റെ എക്സൈറ്റ്മെന്റ് പോവാം, അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമല്ലോ. ഇപ്പൊ എന്താ തോന്നുന്നത്?
ഇപ്പൊ അത്യാവശ്യം ഹാപ്പിയാണ്. പറഞ്ഞതുപോലെ നമ്മള് നമ്മുടെ മൈൻഡിൽ പിന്നെ നമുക്ക് എക്സൈറ്റ്മെന്റ് തരുന്നു എന്ന് തോന്നിയ ഒരു സിനിമയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് എക്സൈറ്റ്മെന്റ് തന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് അത് ഭയങ്കര ഇതാകണം എന്ന് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾക്ക് ജഡ്ജ്മെന്റ് അറിയില്ല. അങ്ങനെ ഒരു അൺസർട്ടനിറ്റി അതിനകത്ത് കിടപ്പുണ്ട്. നമ്മുടെ ഒരു ജഡ്ജ്മെന്റും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ ഹാപ്പിയാണ്. നമ്മൾ ഓക്കെയാണ്. സിനിമയാണ് പക്ഷെ പ്രേക്ഷകരാണ് തീർച്ചയായിട്ടും. പിന്നെ ഇപ്പൊ ജിബിൻ ഗോപിനാഥിനെ നമ്മൾ ട്രെയിലർ കണ്ടു. DSCക്ക് ശേഷം പെർഫോമൻസിന് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി നിൽക്കുന്ന ഒരാളാണ്. ആളുടെ അടുത്ത സിനിമ ആ രീതിയിലും നമ്മൾ ഈ ട്രെയിലർ ഇറങ്ങിയ ശേഷം ഒരുപാട് പേര് അങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ. ജിബിൻ ചേട്ടൻ ഒരു പോലീസുകാരൻ കൂടിയാണ്. അപ്പം ആ രീതിയിലുള്ള ഇൻപുട്ടൊക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? അതായത് ഇതിനകത്ത് പിന്നെ അങ്ങനെ സിനിമയിൽ ഭയങ്കര ഇതായിട്ട് വരുന്ന സംഗതികളാവണം എന്നില്ല. ബട്ട് നമുക്ക് ഒരുപാട് അടുത്ത് നമ്മുടെ പിന്നെ ചെറിയ പോലീസുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡിക്കലായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള കുറെ സംഗതികൾ, നമുക്ക് കുറെ FIR സംഗതികൾ, പിന്നെ ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ പരിപാടികൾ, പിന്നെ ഈ ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ FIR പരിപാടികൾ, ഈ പറഞ്ഞ ഫാക്ച്വലായിട്ട് അതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഒരു FIR എങ്ങനെ ചെയ്യാം, ഇങ്ങനെയുള്ള സംഗതികൾ പുള്ളിയുള്ളതുകൊണ്ട് നമുക്ക് ബോധർ ചെയ്യേണ്ട കാര്യമാണ്. പുള്ളി കൃത്യമായിട്ട് അത് നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ എങ്ങനെ സിനിമയിൽ ഔട്ടില് എന്തുമാത്രം വിസിബിലിറ്റി ഉള്ള കാര്യങ്ങളാണെന്നല്ല, നമ്മൾ ആ ഡീറ്റെയിലിംഗ് ശരിയാകണമെന്നൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നോണ്ട് അതൊക്കെ ഈ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരവായിട്ട് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ പോലീസ് പ്രൊസീജിയറൽ പരിപാടികളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് സിനിമയിൽ. അതിലൊക്കെ പിന്നെ അദ്ദേഹം നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരാളുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓൾറെഡി അച്ഛൻ്റെ എല്ലാം ചെയ്തു വെച്ചിരുന്നു. പക്ഷെ ജിബിൻ ചേട്ടന്റെ പ്രസൻസ് അത് വാല്യൂബിൾ ആയിരുന്നു. കാരണം പുള്ളി ടൈംലി തന്നെ കറക്റ്റ് ചെയ്യുമായിരുന്നു. പുള്ളി എല്ലാ ഈ പറയുന്ന ഡോക്യുമെന്റ്സ് പരിപാടികളെല്ലാം പുള്ളി നമ്മൾ അസോസിയേറ്റ്സ് ഉണ്ട്, പുള്ളി ഇരുന്നത് കൃത്യമായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതിന്റെ പുറത്ത് കറക്റ്റ് ഭാഷ്യമൊക്കെ പ്രിപ്പയർ ചെയ്ത് തരുമായിരുന്നു. പിന്നെ നമ്മള് വേറെ ഇത് DSCക്ക് മുന്നേ സംഭവിച്ചതാണ് നമ്മുടെ കളങ്കാവില്. ഇത് അപ്പം അല്ല ഇപ്പൊ DSC ആണെങ്കിൽ ഇപ്പോഴാണ് റിലീസ് ചെയ്തത്. ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു പക്ഷെ നമ്മൾ ഈ ഒരു കഥാപാത്രം ഒരു അത്യാവശ്യം ത്രൂ ഔട്ട് വരുന്ന ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കഥാപാത്രമാണ്. ഇതിനുവേണ്ടി നമ്മൾ ഒരുപാട് ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പൊ അതിൽ ഏറ്റവും സിനിമ എന്റെ ഒരു പിന്നെ തോട്ട് പ്രോസസ് നടന്ന സമയത്ത് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇദ്ദേഹം. പക്ഷെ പിന്നെ നമ്മൾ ഇപ്പൊ ഒരു കൂട്ടായിട്ട് ഒരുപാട് ചർച്ചകൾ നടക്കും, നമ്മൾ വേറെ പല ഓപ്ഷൻസിലോട്ടൊക്കെ പോവുകയും ഒക്കെ ചെയ്തായിരുന്നു. പിന്നെ കാരണം ഇതിൽ ചെറിയ പിന്നെ ഒരു പരിപാടികളൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് ഒരു ചെറിയ സീൻസിലൊക്കെ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചില ഷോർട്ട് ഫിലിംസ് ഒക്കെ കണ്ട ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാരും കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ അതിന്റെ ഒരു കോൺട്രാസ്റ്റ് അവിടെ നിപ്പുണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം മമ്മൂക്ക തന്നെയാണ് ഇങ്ങനെ വിളിച്ചിട്ട് ഇത് ജിബിൻ ഗോപിനാഥ് ചെയ്തായിരിക്കും പറയുന്നത്. എന്റെ മൈൻഡിൽ ഓൾറെഡി ഓപ്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് തോന്നുന്നു മറ്റേ ദുൽഖറുമായിട്ടുള്ള ആട് എങ്ങനെ മമ്മൂക്കയ്ക്ക് അദ്ദേഹത്തെ അറിയാം. പിന്നെ ഈ പറയുന്ന ഈ കഥ നടക്കുന്ന ഭൂമികയും അവിടെ നിന്നുള്ള കഥാപാത്രങ്ങളാവണം എന്നുള്ള ആഗ്രഹവും നമ്മളിങ്ങനെ ചർച്ചകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. നമുക്ക് പറയുമ്പോൾ ഞാൻ ഉറപ്പിച്ചു 100% ഉറപ്പിച്ചു. പിന്നെ അതിലൊരു 3-4 പേരുകൾ ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. പക്ഷെ മമ്മൂക്ക എനിക്കത് ഏതാണ്ട് ഓക്കെ ആയിരുന്നു. ഇങ്ങനെ ഒരു കാര്യം നമുക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല, സെറ്റായിരുന്നു. പിന്നെ അതിനകത്ത് തന്നെ പിന്നെ ഇപ്പം നമുക്ക് ബാക്കി ഓരോരുത്തരെയും ഇപ്പൊ മമ്മൂക്കയാണെങ്കിൽ നമ്മൾ വരുമ്പോ പിന്നെ ആദ്യമൊക്കെ നമ്മൾ ഇച്ചിരി സിമ്പിൾ സീൻസ് ഒക്കെ ഇട്ട് അങ്ങനെയാണ് നമ്മുടെ അതിന്റെ ഒരു പരിപാടി. അതെ. പിന്നെ ജിബിൻ ചേട്ടന്റെ കേസിലാണെങ്കിലും പിന്നെ എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു പെക്യുലർ സീനിൽ ചെറിയ ഒരു ഡയലോഗ് മോഡുലേഷനിലൊക്കെ ചെറിയ പരിപാടികൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയോ നമ്മൾ ചാറ്റ് ചെയ്തപ്പം ഏറ്റവും ആദ്യത്തെ ദിവസം തന്നെയാണ് അത് കയറി വന്നത്. അപ്പൊ അത് പുള്ളിയുടേതായ ഒരു രീതിയിൽ രസകരമായിട്ട് ചെയ്തു. തന്നെ നമുക്ക് അതിനകത്ത് എത്ര ദിവസം പോയി ഷൂട്ട്? ഒരു 43-44 ദിവസത്തോളം 2 സ്ഥലങ്ങളിലായിട്ടാണ്, 2 ഷെഡ്യൂളായിട്ട്. എത്ര സ്ത്രീകൾ വന്നു പോകുന്നുണ്ട്? അത് എണ്ണം പറയാനുള്ള ഒരു പരിമിതിയുണ്ട്. 20 സ്ത്രീകൾ. അത് എല്ലായിടത്തും ഇങ്ങനെ സ്പെക്കുലേഷൻസ് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളൊരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല, അഡ്മിറ്റ് ചെയ്തിട്ടില്ല. എന്തായാലും സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ട്, കൃത്യമായിട്ടുള്ള ഒരു സിനിമയാണ്. ഓക്കെ. അപ്പൊ ഈ നിങ്ങളുടെ കൂട്ടത്തിലെ ജിഷ്ണു ആണോ കുറച്ച് സംസാരിക്കുന്ന ആള്? അതോ ജിതിൻ സംസാരിക്കാൻ അവസരം തരാതാണോ? ആക്ച്വലി ഞാനാണ് കുറച്ച് കോളേജ് കാലം തൊട്ട് ഈ സംസാരപ്രിയൻ ജിതിനാണ്. അല്ല അങ്ങനെയല്ല, നമ്മുടെ കംഫർട്ട് ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ സംസാരിക്കും, അല്ലാത്തടത്ത് ഞാൻ സംസാരം കുറവാണ്. നിങ്ങൾ ഈ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴേ ഈ വഴക്ക്, പ്രശ്നങ്ങള്, സംശയങ്ങള്, അതായത് ചില പോയിന്റ് നമുക്ക് ഓക്കെ ആയിരിക്കും, അടുത്തൊക്കെ ഓക്കെ ആയിരിക്കില്ല, അവിടെയുള്ള തർക്കങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മള് വിട്ടുവീഴ്ച പരമാവധി ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ സംസാരിക്കും, അതൊരു ഗീവ് ആൻഡ് ടേക്ക് പ്രോസസ് ആണ്.
അപ്പം അംഗീകരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ പറ്റുന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് അവിടെ വിടും. പിന്നെ അതിന്റെ പുറത്ത് അത് തന്നെ വേണം എന്നുള്ള ഇല്ല. പിന്നെ ഇതിനകത്തൊരു സംഗതിയാണ്, ഇതിപ്പോ ഞാനാണ് ഡയറക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ മുന്നേ എഴുതിയിട്ടുള്ള സിനിമയുണ്ട്. അപ്പൊ എല്ലായിടത്തും ഡയറക്ടറുടെ ഒരു സാധനത്തിലോട്ടായിരിക്കും ഒരു കോൾ എന്തായാലും ഉണ്ടാവും. അത് സിനിമയുടെ ഒരു സ്വഭാവം. അതുകൊണ്ടാണ് അല്ല, അത് സിനിമയുടെ സ്വഭാവം അങ്ങനെയാണ്. അല്ല, പിന്നെ നമ്മൾ കോളേജ് പഠിച്ച ഇപ്പൊ നമ്മൾക്കിപ്പോ ഷൂട്ട് ചെയ്യുമ്പോ നമ്മുടെ കൂടെ പിന്നെ വർക്ക് ചെയ്തവർക്കൊക്കെ അറിയാം, നമ്മൾ കോളേജിൽ ഉണ്ടായിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് കളിയാക്കുമ്പോ ആ ഒരു വൈബുണ്ട് ഇതിനകത്ത് അങ്ങനെ തന്നെ. അതുകൊണ്ട് ബാക്കി നമ്മുടെ ക്ലോസ് അസോസിയേറ്റ് നിൽക്കുന്ന ആൾക്കാർക്കും അങ്ങനെ ഒരു വൈബ് തന്നെയാണ് പോയത്. ഞാൻ കേട്ടു വേറെ എന്തോ ഒരു വലിയ പ്രോജക്ട് എഴുതുന്നുണ്ട്, ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, അതിനെ കുറിച്ചൊക്കെ പറയാറായിട്ടില്ല, ഒന്നും പറയില്ല. ചർച്ചകൾ നടക്കുന്നു. നമുക്ക് ഈ സിനിമ ഇറങ്ങി കഴിയട്ടെ അല്ലേ. അപ്പോ കളങ്കാവൽ ഒരു ഗംഭീര സിനിമയാവട്ടെ, എല്ലാവരും വന്ന് കാണട്ടെ സിനിമ അല്ലെ. ഗംഭീര പെർഫോമൻസ് ആണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്, അത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആൻഡ് ഫസ്റ്റ് സംവിധാന സിനിമയാണ്, അത് മമ്മൂട്ടി കമ്പനിയിലൂടെ വരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ആ രീതിയിൽ തന്നെ ആദ്യത്തെ സിനിമ എന്നുള്ളത് ഭയങ്കര ഗംഭീര സംഭവമാണ്. ആൻഡ് രണ്ടുപേർക്കും സിനിമ നല്ല സിനിമയാവട്ടെ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.